തിരുവനന്തപുരം കൈമനത്ത് നിന്ന് തിരുവല്ലം പോകുന്ന റോഡിൽ കരിമൻ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് നമുക്ക് വലിയൊരു വീട്, അതായത് 21 സെൻറ്റ് സ്ഥലത്ത് 3800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടടക്കമാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. വീടിൻ്റെ മുൻവശമൊക്കെ നോക്കി ഒത്തിരിയധികം മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പം അവിടെയായിട്ട് കാണുന്നത് കരിമൻ ജംഗ്ഷനാണ്. കരിമൻ ജംഗ്ഷനിൽ നിന്ന് പുഞ്ചക്കരി റോഡിലേക്ക് ഒരു 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പം വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്കിവിടെ നിന്ന് ഈസിലി തിരുവല്ല സൈഡ് കയറാം. ഇനി അതല്ല കൈമനം കയറണമെങ്കിൽ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്രം അങ്ങോട്ടേക്കൊക്കെ ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. ഇതുപോലെ വീട്ടിന് ചുറ്റും നല്ല രീതിയിൽ സ്പേസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ശരിക്കും ഈ വീടിന് തുച്ഛമായിട്ടുള്ളൊരു വില കണക്കാക്കിയാണ് ഈ പ്രോപ്പർട്ടിയുടെ വില നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കി ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ കാണാം. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതായത് വിത്ത് ഷട്ടറാണ് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് ഉള്ളത്. വീട് വന്നിട്ട് ഏകദേശം ഒരു 25 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് കേട്ടോ. പക്ഷേ ഇഷ്ടികയിലൊക്കെ ചെയ്ത വീടായതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലേക്ക് തന്നെ ഈ വീടിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനകത്തൊരു ചെറിയൊരു എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു വീട് വയ്ക്കുന്ന എന്നെക്കാട്ടും 10 പൈസ ആവുകയുള്ളൂ ഈ ഒരു വീട് ഡെവലപ്പ് ചെയ്തെടുത്താൽ. അതായത് പുറത്തായിട്ട് നമുക്ക് ഇതുപോലുള്ള റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫിനൊക്കെ താമസിക്കണം, അങ്ങനെയാണെങ്കിൽ ഉപയോഗപ്പെടുത്താം. സ്റ്റോറായിട്ട് പ്രയോജനപ്പെടുത്താം. വീടിന് ചുറ്റുവട്ടത്തെല്ലാം ഇതുപോലെ മരങ്ങളൊക്കെ നിൽപ്പുണ്ടേ. അതുപോലെ നമുക്ക് ഈ ബാക്കിലൂടെ നമുക്ക് വേറൊരു വഴിയിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. അതായത് കരിമൻ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും തിരുവല്ല റൂട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ ഇടത്തോട്ട് സംഗീത നഗർ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. ആ ലൈനിനകത്തുള്ള റോഡാണ് വന്ന് അവസാനിക്കുന്നത്. എങ്ങനെ വെച്ചാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിൻ്റെ തന്നെ ഉടമ മുന്നേ ഒരുമിച്ച് സെയിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ പുള്ളിക്കും അവകാശമുണ്ട്. അത് നമ്മൾ ഈ വീടെടുക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഈ വഴിയും പ്രയോജനപ്പെടുത്താം. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഈ വീട് വേണ്ട, ഇതിനെ തട്ടിക്കളയണം, അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഈ പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും വീണ്ടും ഈ വഴിയും കൂടെ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരത്തെ ഇതിനകത്ത് 2 യൂണിറ്റ് ആക്കി ഇതുവഴി ഒരു വഴി ഫോം ചെയ്ത് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഒറ്റ പാർട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെയും പ്രയോജനപ്പെടുത്താവുന്ന വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങളൂടെ കാണിച്ചു തരാം. ഇനി നമ്മുടെ വീടിനകത്തേക്കുള്ള ദൃശ്യം കാണിച്ചു തരാം. കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇത് നമ്മുടെ കാർ പോർച്ചിൻ്റെ സ്പേസ് ആണ്. ശരിക്കും കാർ ഇങ്ങനെ പാർക്ക് ചെയ്ത് അവിടെ ഒരു ഷട്ടർ അടക്കം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് റൂമാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ ഡിസൈനിലേക്ക് മാറ്റിയെടുക്കാവുന്ന വീടാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇതാണ് നമ്മുടെ കിച്ചണിനകത്ത് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോർ റൂം കാണാം. ഇത് വർക്ക് ഏരിയ ആണ്. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ റൂം. ഒരു സൈഡിൽ ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹിൻഡ്വെയറിൻ്റെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. എല്ലാം പുത്തൻ കണ്ടീഷനിലുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. താഴത്തെ നിലയിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ് വരുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്ലോർ അവർ നേരത്തെ ഇവിടെ ഒരു സെപ്പറേഷൻ ചെയ്ത് 2 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഓപ്പൺ ടെറസ് വരും. ഇവിടെ ആയിട്ട് കിച്ചൻ്റെ സൗകര്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. ടെറസിലും അതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്കൊരു സ്റ്റോറേജ് ആയിട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടിടാനോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മേളത്തെ നിലയിൽ നമുക്കിനി 3 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതിൽ 2 ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇതുപോലെ വലിയൊരു കോമൺ സ്പേസും. ഇത് ആദ്യത്തെ ബെഡ്റൂം. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ആ സെയിം ലേഔട്ടിൽ അതിൻ്റെ നേരെ മേളിലാണ് ഈ ഒരു റൂം വരുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് അടുത്തൊരു റൂമാണ്. ഈ റൂം വരുമ്പോഴും ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ താഴെ കണ്ടതുപോലെ ഹിൻഡ്വെയറിൻ്റെ ഫിറ്റിങ്സ് ആണ് കേട്ടോ. മേളത്തെ നിലയിൽ നമുക്ക് 3ാമതൊരു റൂം കൂടെ വരുന്നുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് മുൻവശത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. നമ്മുടെ താഴെ നിന്ന് ഈ ബാൽക്കണി സ്പേസിലേക്ക് സൈഡിലൂടെ ഒരു സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുവഴി സെപ്പറേറ്റ് ആയിട്ടും കയറി വരാൻ സാധിക്കും. പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഇതിന് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ 3 കോടി രൂപയാണ്. കരിമൻ ജംഗ്ഷൻ നമുക്കിങ്ങനെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 200 മീറ്ററേ കഷ്ടിച്ച് വരുള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് തിരുവല്ലം കയറണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. കൈമനം കയറി അവിടെ നിന്ന് കരമനയോ അങ്ങോട്ടൊക്കെ വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ലൊക്കേഷൻ. മെയിനായിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയിൽ ഇങ്ങനെ ഇത്രയും മരങ്ങളൊക്കെ ഉള്ള നല്ല വലിയ കോമ്പൗണ്ടുള്ളൊരു വീട്.
ഈ വീട് ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിലനിർത്തി താമസിക്കാം. ഇനി അതല്ല ചെറിയ രീതിയിലുള്ള റെനോവേഷനൊക്കെ നടത്തിയ നല്ല പുത്തൻ കണ്ടീഷനിലാവുന്നുണ്ടാവും. ഉദ്ദേശിക്കുന്ന വില 3 കോടി രൂപയാണ്. ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.